ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കസ്റ്റമൈസ്ഡ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. സ്കിൻ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും അല്ലേ, യൂട്യൂബിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ആക്നി പ്രോബ്ലംസ് എല്ലാം സജസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു പാക്ക് ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ഒരു ക്ലെൻസറും പിന്നെ ഒരു ആക്നി സെറം, പിന്നെ അതിൻ്റെ ഒരു ബാരിയർ ക്രീമുമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഇന്നാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അത് നല്ലൊരു പാക്കിംഗ് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടൊരു നീറ്റ് പാക്കിംഗ് തന്നെയായിരുന്നു അവരുടെ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തും ഒരു കുഞ്ഞു പാക്ക്, സെപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമൈസ്ഡ് പാക്ക് ഒരു കുഞ്ഞി ബാഗിലും, പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സെറം ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ബ്രൈറ്റനിങ് സെറം ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ. പിന്നെ നമ്മുടെ കസ്റ്റമൈസ്ഡ് പാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിൽ 3 ബോട്ടിൽസാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രിസ്ക്രിപ്ഷനും ഉണ്ടായിരുന്നു കേട്ടോ, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. ആദ്യം അതിലൊരു ക്ലെൻസർ ഉണ്ടായിരുന്നു, നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനുള്ള ഒരു ക്ലെൻസർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആക്നി മാർക്സൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ഒരു ക്രീമും, പിന്നെ അത് കഴിഞ്ഞ് തേക്കാനുള്ള ഒരു ബാരിയർ സെറം അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്രയാണ് ഈ പാക്കിലുള്ളത്. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ആദ്യം ഞാൻ എൻ്റെ ഫേസ് കണ്ടില്ലേ, ഭയങ്കര ഡള്ളാണ്. പിന്നെ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ നിറച്ചുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിൽ 2 സൈഡിലും നിറയെ പിമ്പിൾ മാർക്സ് ഉണ്ട്. പിന്നെ എനിക്ക് 2-3 മന്ത് മുന്നേ ചിക്കൻ പോക്സ് വന്നതിൻ്റെ ഒരു കുഴിവൊക്കെ ഉണ്ട് കേട്ടോ, മൂക്കിലും. അതേപോലെ ഇതിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ ചുണ്ടിന് സൈഡിലായിട്ടൊക്കെ കുറേ പോഴ്സൊക്കെ ഉണ്ട് ചിക്കൻ പോക്സ് വന്നപ്പോൾ. നമുക്ക് ആദ്യം ക്ലെൻസർ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആദ്യം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറിലാണ്, കണ്ടല്ലേ. നമ്മൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യാം. അങ്ങനെ അധികം നമ്മൾ സോപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ഫേസ് വാഷ് പോലെ നല്ല ഫോമൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് നന്നായിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്തിട്ട് നമുക്കതിൻ്റെ ആക്നി ക്രീം യൂസ് ചെയ്യാം കേട്ടോ. എക്സ്ഫോളിയേറ്റിംഗ് ക്രീം യൂസ് ചെയ്ത് നോക്കാം. ഞാനത് ഒരു പമ്പ്, 1-2 പമ്പ് മാത്രം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് നമുക്കത് സ്പോട്ട് അപ്ലിക്കേഷനാണ് കേട്ടോ. സോ നമുക്ക് ആ ആക്നി മാർക്സൊക്കെ ഉള്ളിടത്ത് മാത്രം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടും അല്ലെങ്കിൽ ഫിംഗർ ടിപ്പ് കൊണ്ടും അവിടെ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യണം എന്നില്ല. സോ ഞാൻ എൻ്റെ എഫക്റ്റഡ് ഏരിയാസിൽ, അതുപോലെ നോസിൽ, ചിന്നിൽ, അങ്ങനെ എഫക്റ്റ് ചെയ്തുള്ള ഏരിയാസിലൊക്കെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു 1 or 2 പമ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയണമെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു ബാരിയർ സെറം കൂടി നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അത് ഫേസ് മൊത്തം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഈ റൊട്ടീൻ വന്നിട്ട് നമുക്ക് മോർണിംഗും ഈവനിങ്ങും യൂസ് ചെയ്യാം. പക്ഷേ ഈ ആക്നി എക്സ്ഫോളിയേറ്റിംഗ് ക്രീമില്ലേ, അത് നമ്മൾ ഡെയിലി ഒരു ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്.